السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പൊതുവെ നമ്മളെല്ലാവരും പറയുന്ന ഒരു സാധാരണ സംസാരമാണ്, എനിക്ക് അത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. ഉദാഹരണം, എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ കാര്യം അവർക്ക് സഹായം ചെയ്തു കൊടുക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ പൊതുവെ പറയലുണ്ട്. ഉണ്ടായിരുന്നുവെങ്കിൽ ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗം. ഇത് സംബന്ധമായി പരിശുദ്ധ ഖുർആനിൽ എത്രയോ ആയത്തുകളാണ് നമുക്ക് കാണാനുള്ളത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബിയായിരുന്നു സഅലബത്ത് ബിൻത് ഹാത്തിബ് എന്ന് പറയുന്ന സ്വഹാബി. സഅലബ എന്ന് പറയുന്ന സ്വഹാബി ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഉദ്ഉല്ലാഹ ലി, നബിയെ എനിക്ക് വേണ്ടിയിട്ട് അങ്ങ് ദുആ ചെയ്യണം. എന്തിനു വേണ്ടി? അല്ലാഹു തആല എനിക്ക് ഒരുപാട് പണം തരാൻ വേണ്ടിയിട്ട് അങ്ങ് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്ക് പണം കിട്ടണം, അല്ലാഹുവോട് അങ്ങ് ദുആ ചെയ്യണം. ഒരുപാട് പണം ഉണ്ടായാൽ ഒരുപാട് കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്നൊരു തോന്നലായിരുന്നു അദ്ദേഹത്തിന്. പണമില്ലെങ്കിലും പണമുള്ളവൻ ചെയ്യുന്നതിനേക്കാളും ഭംഗിയായി പണമില്ലാത്തവൻ ചെയ്യുന്ന പല നന്മകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പണക്കാരൊന്നും ചിലപ്പോൾ അതിലേക്ക് ചെയ്തു കൊള്ളണമെന്നില്ല. സഅലബ എന്ന് പറയുന്ന സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ദുആ ചെയ്യണം, എനിക്ക് അല്ലാഹു സമ്പത്ത് തരാൻ വേണ്ടിയിട്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ സഅലബ ഖലീലുൻ തുഅദ്ദി ശുക്റഹു ഖൈറും മിൻ കസീരിൻ ലാ തുതീഖുഹു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തന്ന അല്പമാണ് എങ്കിൽ ആ അല്പം സമ്പത്തിന് കൃത്യമായ നന്ദി നിനക്ക് ഉണ്ട് എങ്കിൽ ആ അല്പം സമ്പത്ത് മതി, അതാണ് നിനക്ക് ഖൈറ്. ഒരുപാട് സമ്പത്ത് നിനക്ക് അല്ലാഹു തന്നാൽ ഒരുപാട് ഖൈറ് നീ ചെയ്യേണ്ടി വരും, ഒരുപാട് ശുക്റും നീ ചെയ്യേണ്ടി വരും. അപ്പൊ നിന്നെ കൊണ്ട് അത് താങ്ങാൻ പറ്റാതെ വരും, ഉത്തരവാദിത്വം കൂടുതലാണ്. അതുകൊണ്ട് ഒരുപാട് പണം ഇല്ലാത്ത അവസ്ഥയാണ് എപ്പോഴും നല്ലത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിയായ സഅലബ അത് കേൾക്കാൻ നിന്നില്ല, പിന്നെയും വന്നു നബി തങ്ങളുടെ അടുക്കൽ. രണ്ടാം വട്ടവും ഇതുപോലെ ആവശ്യപ്പെട്ടു, നബി തങ്ങൾ മടക്കി അയച്ചു. മൂന്നാമത് അദ്ദേഹം വന്ന് ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹബീബായ നബി തങ്ങള് അല്ലാഹുവോട് ദുആ ചെയ്തു, പടച്ചോനെ ഈ മനുഷ്യന് നീ സമ്പത്ത് കൊടുക്കണേ എന്ന് ദുആ ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തതോടുകൂടെ സമ്പത്ത് വർദ്ധിക്കാൻ തുടങ്ങി. എന്താണ് അദ്ദേഹത്തിന്റെ സമ്പത്തിൽ വന്ന വർധനവ്? അദ്ദേഹത്തിന് ഒരു ആട്ടിൻകുട്ടിയെ കിട്ടി. ആ ആട്ടിൻകുട്ടി വളർന്നു വലുതായി, പിന്നീട് അതിന് കുഞ്ഞുണ്ടായി. അങ്ങനെ ഒരു മലഞ്ചെരുവ് പോലും ഇദ്ദേഹത്തിന്റെ ആട്ടിൻ പറ്റങ്ങളെ കൊണ്ടും ഒട്ടകക്കൂട്ടങ്ങളെ കൊണ്ടും നിറഞ്ഞു കവിയുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു തആല അദ്ദേഹത്തിന് ബറക്കത്ത് കൂട്ടി കൂട്ടി കൊടുത്തു. ഇദ്ദേഹം മദീനയിലെ വലിയ പണക്കാരനായി. പിന്നീട് ഇദ്ദേഹം ദാനധർമ്മങ്ങൾ ചുരുക്കി. മഹാന്മാരായ രണ്ട് സ്വഹാബികൾ സക്കാത്തിന്റെ വിഷയം ഓർമ്മപ്പെടുത്താൻ വേണ്ടി ധനാഢ്യരായ സ്വഹാബികളുടെയൊക്കെ വീടുകളിൽ കയറി ഇറങ്ങിയപ്പോ സഅലബയുടെ വീട്ടിലും ചെന്നു. അദ്ദേഹം സക്കാത്ത് വിസമ്മതിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം അദബില്ലാത്ത കുറെ വർത്താനങ്ങൾ പറഞ്ഞു, മുനാഫിഖിന്റെ പ്രകടനം കാണിച്ചു. ഇതൊക്കെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വേദന ഉണ്ടാക്കി. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തതല്ലേ, നബി തങ്ങളുടെ മനസ്സ് വേദനിച്ചു. അദ്ദേഹത്തിന്റെ നാശം തുടങ്ങി. അദ്ദേഹത്തിന്റെ നാശം തുടങ്ങി എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്ക് ഉള്ള വിജയം എന്തൊക്കെ നന്മകളിലൂടെ അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതൊക്കെ അല്ലാഹു വേണ്ടാന്ന് വെച്ചു.
ഹബീബായ നബി തങ്ങൾ സക്കാത്ത് ആവശ്യപ്പെട്ടത് കൊടുക്കാത്ത സ്ഥിതിക്ക് അദ്ദേഹം ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ഘട്ടത്തിലേക്ക് വരെത്തി. ചുരുക്കി പറയാം, അദ്ദേഹം പച്ച മുനാഫിഖായി ജീവിച്ചിരുന്നു. സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും മറ്റും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പിന്നീട് അയാൾ സക്കാത്തിന്റെ പണവും അയാൾക്ക് കൊടുക്കാൻ പറ്റാതിരുന്ന പല നന്മകളും ചെയ്യാൻ വേണ്ടി രണ്ടാമത് ശ്രമിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താല്പര്യമില്ലായ്മ വരികയും അയാളിൽ നിന്നും മുനാഫിഖീങ്ങളുടെ ഭാഗത്തേക്കുള്ള ധാരാളം സഹായ സഹകരണങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോ ചുരുക്കി പറഞ്ഞ അയാളുടെ ഈമാൻ ബാത്തിലായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഇയാൾ കൊണ്ടുവന്നതൊന്നും സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം സാമ്പത്തിക രംഗത്ത് അതുണ്ടായാൽ എനിക്ക് ഇത് ചെയ്യാൻ കഴിയും, ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ എന്നൊക്കെ പറയുന്നത്, ആ പറച്ചിലപ്പുറം അതൊരു തൗഫീഖാണത്. ഇപ്പൊ വലിയ പണക്കാർക്ക് കഴിയാത്തത് സാധാരണക്കാരായ പാവങ്ങളെ കൊണ്ട് പറ്റാറുണ്ട്, പാവങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോ ഒരു ദാനധർമ്മത്തിന് അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യുന്നതിന് ഉണ്ടാവണം, പണം ഉണ്ടാവണം എന്നത് ഒരു മാനദണ്ഡമേ അല്ല. ഉണ്ടായിട്ടും ചെയ്യാത്തവരുണ്ട്. ഇത് സംബന്ധമായി പരിശുദ്ധ ഖുർആനിന്റെ ചില ആയത്തുകൾ നമ്മെ വളരെ ചിന്തിപ്പിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومنهم من عاهد الله لئن آتانا من فضله لنصدقن وَلَنَكُونَنَّ مِنَ الصَّالِحِينَ. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ അല്ലാഹുവോട് വാഗ്ദാനം പറയുകയാണ്, അല്ലാഹു ഞങ്ങൾക്കെങ്ങാനും അവന്റെ ഔദാര്യമായി സമ്പത്ത് തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ അത് ചെലവ് ചെയ്യുമായിരുന്നു. അങ്ങനെ സമ്പത്ത് ചെലവ് ചെയ്ത് ഞങ്ങൾ സ്വാലിഹീങ്ങളായി മാറുമായിരുന്നു. ഇത് പണം ഇല്ലാത്തവനാ പറയുന്നത്. അത്രയും പണമൊക്കെ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷെ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇതൊക്കെ ചിലരുടെ കയ്യിൽ അല്ലാഹു കൊടുക്കും. കൊടുക്കുമ്പോൾ കിട്ടുന്നവൻ അത് ചെയ്യാം, ചെയ്യാതിരിക്കാം. കിട്ടിക്കഴിയുമ്പോ മനസ്സ് മാറാം. ഇതൊരു വലിയ മനസ്സിൽ നിന്നും ഉണ്ടാവുന്നതാണ് ദാനധർമ്മങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് ഇല്ലാത്ത അവസ്ഥയിൽ പോലും സ്വതക്ക ചെയ്യാൻ നിന്റെ കയ്യിൽ പണമില്ലേൽ പോലും ഒരു സദഖ ചെയ്യുന്നതിന്റെ ഭാഗമാണോ തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ. നീ ഒന്ന് പുഞ്ചിരിച്ചൊരു നല്ല വർത്താനം പറഞ്ഞാലും അതും സദഖയാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണം കൊടുത്ത് സഹായിക്കൽ മാത്രമല്ല, പണമില്ലേൽ പോലും ഇത് സാധ്യമാകും. അതിനുള്ള മനസ്സുണ്ടായാൽ മതി. ഒരു ഖൈറായ കാര്യത്തിന്റെ മേൽ ഒരാൾ അറിയിച്ചു കൊടുത്താൽ അത് മറ്റൊരാൾ കേട്ട് ചെയ്യുകയും ചെയ്താൽ ഈ അറിയിച്ചു കൊടുത്തവന് ചെയ്തവന്റെ കൂലി അല്ലാഹ് നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും നമ്മൾ അങ്ങനെ മനസ്സുണ്ടാകിരിക്കുക, പടച്ചോനെ എനിക്ക് കഴിയുന്നില്ല, നീ അത് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. അപ്പൊ ഉദാഹരണം, ഒരു പള്ളി പണിയാണ്, പള്ളി പണിയുന്നു, നമ്മളൊക്കെ അവിടെ പോയി ഇരിക്കുന്നു, പൈസ ഉള്ളവരൊക്കെ അതിലേക്ക് കൊടുത്ത് സഹായിക്കുന്നു. അപ്പൊ നമ്മുടെ കയ്യിലില്ല, പടച്ചോനെ എനിക്കില്ല, എന്നാലും ആ പള്ളി പണി നീ ഒന്ന് എളുപ്പമാക്കി കൊടുക്കണേ, നമ്മൾ ദ്വാരക്ക. അല്ലെങ്കിൽ ഒരു സുഹൃത്ത് വീട് വെക്കുന്നു, അദ്ദേഹത്തിന് എല്ലാവരും കൂടി സഹായിക്കുന്നു, കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല, ദുആ ചെയ്യാ, പടച്ചോനെ അത് നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ. പണം കൊടുത്ത് സഹായിക്കുന്നവന് കിട്ടുന്നതിനേക്കാളും വലിയ ഗുണമാണ് ഈ ദ്വാരെന്ന് സഹായിക്കുന്നവൻ. അപ്പൊ ഈ നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ കഴിയുക എന്നത് പണത്തിലൂടെ മാത്രമല്ല, സമ്പത്തിലൂടെ മാത്രമല്ല, അത് ദുആയിലൂടെ പറ്റും, അത് സതുപദേശത്തിലൂടെ പറ്റും, മറ്റു സഹകരണങ്ങളിലൂടെ പറ്റും. ഏതൊക്കെ നിലക്ക് പറ്റുമോ ആ പറ്റുന്ന നിലയിലുള്ള നമ്മളുടെ സമർപ്പണമാണ് സഹാവത്ത് എന്ന് പറയാ. അത് ഉണ്ടാവൽ നിർബന്ധമാണ്. സ്വർഗത്തിൽ പോണെങ്കിൽ സഹാവത്ത് വേണം, കൊടുക്കാനുള്ള ഒരു മനസ്സ്. ഉണ്ടായിട്ട് കൊടുക്കാന്നുള്ള പടച്ചവനോടുള്ള ഒരു നിബന്ധന വെക്കലല്ല. ഉണ്ടായിട്ട് കൊടുക്കും, ഉണ്ടായാൽ കൊടുക്കും, ഇല്ലേലും കൊടുക്കാൻ പറ്റും. ഇല്ലേലും കൊടുക്കാൻ പറ്റിയ രീതിയാണ് ദുആരന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ ഉപദേശിച്ചു കൊടുക്കുക, നല്ലൊരു അഭിപ്രായം പറയാം, സന്തോഷം പ്രകടിപ്പിക്കുക. അതൊക്കെ ഇല്ലേലും പണം ഇല്ലേലും പണം ഉണ്ടായിട്ട് ചെയ്യുന്നവനേക്കാളും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ദുആ ചെയ്തു കൊടുക്കാതെ ഇത് സംബന്ധമായിട്ടാണ് പരിശുദ്ധ ദീനിൽ സഖാവത്ത് എന്ന് പറയുന്ന ഒരു ചർച്ച തന്നെ ഉണ്ടായിട്ടുള്ളത്. فَلَمَّا آتَاهُم
من فضله بخلوا به وتولوا وهم معرضون. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഅലബ എന്ന് പറയുന്ന സ്വഹാബിക്ക് പണം കൊടുത്തു. അയാൾക്ക് ഇതായിരുന്നു, ഉണ്ടെങ്കിൽ കൊടുക്കാന്നുള്ളൊരു തോന്നലായിരുന്നു. ഉണ്ടായപ്പോ കൊടുക്കാൻ തോന്നിയില്ല. ചിലർക്ക് അള്ളാഹു പണം കൊടുത്താൽ പണം കിട്ടുന്നവരെയുള്ള മോഹം പോലെയല്ല, കിട്ടിക്കഴിയുമ്പോൾ അവർ പിശുക്കന്മാരായി മാറുമെന്ന് ഖുർആൻ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പിശുക്ക് എന്നുള്ളത് മനുഷ്യനെ കൊണ്ടുപോയി നരകം വരെ എത്തിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു ഹദീസ് കേട്ടോളൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇദാ ഖറജത മിനദ് ദുനിയാ ഫലഖറുൽ അർളി ഖൈറുൽ ലനാ അം ബത്നുൽ അർള്. നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് ഞങ്ങളോട് യാത്ര പറഞ്ഞ് ഈ ഭൂമിയിൽ നിന്നും വഫാത്തായി പിരിഞ്ഞു പോയാൽ, ഹബീബെ അങ്ങ് മരണപ്പെട്ടു പോയാൽ, അങ്ങ് വഫാത്തായി കഴിഞ്ഞാൽ പിന്നീട് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങില്ലാത്ത ഭൂമിയിൽ ജീവിക്കലാണോ അതല്ല ഖബറിന്റെ അകത്ത് ജീവിക്കലാണോ ഖൈർ നബിയേ? അങ്ങയില്ലാത്ത അവസ്ഥയിൽ ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കലോ അതോ ഞങ്ങൾ മരിച്ച് മണ്ണടിഞ്ഞു കിടക്കലോ, ഇതിലേതാ ഖൈർ എന്ന് സ്വഹാബികൾ ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാന ഉമറാഉക്കും ഖിയാർ വഅഗ്നിയാഉക്കും അസ്ഖിയാ വഅംറുക്കും ശൂറാ ബൈനക്കും ഫലഖറുൽ അർളി ഖൈറുൽ ലക്കും മിൻ ബത്നിഹാ. ഞാൻ മരിച്ചു പോയാൽ എന്റെ വഫാത്തിന് ശേഷം ഈ മണ്ണിന്റെ മുകളിൽ ജീവിക്കലാണോ മണ്ണിന്റെ അടിയിൽ ജീവിക്കലാണോ ഏതാ ഖൈർ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ മൂന്ന് കാര്യം കൃത്യമായി വളരെ നന്നായി തന്നെയാണ് എങ്കിൽ ഭൂമിയുടെ മുകളിൽ ജീവിക്കലാ ഖൈർ. ഏതാ മൂന്ന് കാര്യങ്ങൾ നല്ലതാണ് എങ്കിൽ ഭൂമിയിൽ മണ്ണിന്റെ മുകളിൽ ജീവിക്കലാണ് ഖൈർ. ഈ മൂന്ന് കാര്യം പരാജയമാണ് എങ്കിൽ മണ്ണിന്റെ അടിയിലെ ജീവിതമാണ് ഖൈർ. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടല്ലോ, പണ്ടൊക്കെ ജീവിച്ചു പോയ ഉപ്പമാരെത്ര ഭാഗ്യവാന്മാരാ, പണ്ടേ ജീവിച്ചു പോയ സ്വാലിഹീങ്ങൾ എത്ര ഭാഗ്യവാന്മാരാ. ഇന്നത്തെ ഹറാമുകളൊന്നും അവർക്ക് കാണേണ്ടതില്ലല്ലോ. ഇന്നത്തെ ഈ പ്രയാസങ്ങളും ഇന്നത്തെ രോഗങ്ങളും ഇതൊന്നും അനുഭവിക്കാതെ അവർ എത്ര സന്തോഷത്തിലാ കഴിഞ്ഞു പോയത്. എത്ര ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങളായിരുന്നു വാപ്പയും ഉമ്മയും തമ്മിലുണ്ടായിരുന്നത്, വെല്ലുപ്പയും വെല്ലുമ്മയും ഉണ്ടായിരുന്നത്. അങ്ങാടിയിൽ നിന്നും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ വാപ്പ ചോദിക്കുമല്ലോ, ഉമ്മ എവിടെ എന്ന് ചോദിച്ചില്ലേൽ പോലും, വാപ്പ ചോദിച്ചില്ലേൽ പോലും ആ കണ്ണുകൾ വീടിന്റെ പരിസരത്ത് എവിടെ എന്ന ഒരു അന്വേഷണത്തിലായിരിക്കും. എന്നിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വീടിന്റെ മുൻവശത്ത് വന്ന മകളോട് ചോദിക്കും, മോളെ ഉമ്മ എവിടെ? ഒരു അന്വേഷണ ബോധം, ഒരു സ്നേഹത്തിന്റെ ബന്ധം. ഒരിക്കൽ പോലും അവർ പിരിഞ്ഞിരിക്കേണ്ടി വന്നിട്ടില്ല. ഈ സ്നേഹ ആർദ്രമായ ബന്ധങ്ങളൊക്കെ പണ്ട് കാലത്ത് കഴിഞ്ഞു. ഇന്ന് സംശയത്തിന്റെ നിഴലിലും അനാവശ്യമായ കൂട്ടുകെട്ടുകളുടെയും വാട്സാപ്പ് ചാറ്റിങ്ങുകളുടെയും ബന്ധങ്ങളിലും ബന്ധനങ്ങളിലും കഴിയുമ്പോ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതിനേക്കാളും എത്രയോ ഖൈറായിരുന്നു ഒരു 50 കൊല്ലം മുമ്പെങ്ങാനും ജീവിച്ചിരുന്നുവെങ്കിൽ. അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടാവുമല്ലോ. ഒരു 50 കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടിനുണ്ട്. മലയാളത്തില് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പാടിയ മാപ്പിളപ്പാട്ടുകളുണ്ട്. പാടാൻ എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പാടാത്തത്. ഹബീബിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ, ആറ്റലോര സഹാബത്തിൽ ഞാൻ ആയിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ആശിച്ചു പാടുന്ന, എനിക്ക് പാട്ടറിയില്ല, അങ്ങനെ കേട്ടായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പൊ അത്രത്തോളം പഴയ കാലത്തേക്ക് ഒരു ജീവിതത്തെ ആഗ്രഹിച്ചു പോകുന്ന ഒരു പ്രകൃതം ഇന്നത്തെ നമ്മുടെ ഈ അവസ്ഥയിലൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. റസൂലുള്ളാഹി പറയാം, 3 അവസ്ഥകൾ ഈ ഭൂമിയിൽ കറക്റ്റ് ആണ് എങ്കിൽ,
മൂന്ന് അവസ്ഥകൾ വളരെ നല്ലതാണ് എങ്കിൽ നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കലാ ഖൈറ്. ആ മൂന്നവസ്ഥ ഭൂമിയിൽ മോശമാണെങ്കിൽ നിങ്ങൾ മരിച്ച് ഖബറിന്റെ ഉള്ളിൽ കഴിയില്ല നല്ലത്. ഭൂമിയിലെ ജീവിതം അത്ര ദുസ്സഹമായിരിക്കും. ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ? കേട്ടോളൂ. ഒന്നാമത്തേത്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ കാന ഉമറാഉകും ഖിയാറുകും, നിങ്ങളിലെ നേതാക്കൾ നിങ്ങളിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരാണ് എങ്കിൽ ഭൂമിയിൽ ജീവിക്കലാ ഖൈറ്. നമ്മുടെ നേതാക്കൾ, നമ്മുടെ ഭരണകർത്താക്കളൊക്കെ അത്രയും നല്ല മനുഷ്യന്മാരാണോ? ആലോചിച്ച് നോക്കാം. നിങ്ങളെ ഭരിക്കുന്ന നിങ്ങളുടെ നേതാക്കൾ, നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നിങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്മാർ അവരാണ് എങ്കിൽ ഭൂമിയിൽ ജീവിക്കലാണ് നിങ്ങൾക്ക് ഖൈറ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇനി അങ്ങനെയല്ല, മാത്രവുമല്ല, രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കൂട്ടത്തിലെ പണക്കാർക്ക് കൊടുക്കാൻ ഒരു മടിയുമില്ല. ദാനം ചെയ്യാനും സഹായിക്കാനും പണക്കാർ തേടി നടക്കാണ്. എവിടെയാ ചെയ്യേണ്ടത്? ആരാ പാവപ്പെട്ടവൻ? അങ്ങനെ കൊടുത്ത് സഹായിക്കാൻ പണക്കാരന്റെ മുന്നില് ആരും ചെന്ന് കൈ നീട്ടാതെ തന്നെ പണക്കാർക്കൊക്കെ തോന്നാണ്, എന്റെ കയ്യിലുള്ള പണമങ്ങ് കൊടുത്താലോ എന്ന് തോന്നുന്ന രീതിയിൽ ആർദ്രമായ ഒരു മനസ്സ് പണക്കാർക്ക് ഉണ്ട് എങ്കിൽ ഭൂമിയിൽ ജീവിക്കലാണ് ഖൈറ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്ന് അങ്ങനെയല്ല. പണമുള്ളവൻ കൊടുക്കാൻ പിശുക്ക് കാണിക്കുന്ന കാലമാണ്. അവന്റെ കയ്യിൽ ഉള്ളതനുസരിച്ചൊന്നും കൊടുക്കൂല. ഇനി കേട്ടോളൂ, മൂന്നാമത്തെ കാര്യം, വഅംറുക്കും ശൂറാ ബൈനക്കും, നിങ്ങളുടെ ഇടയിലെ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ പരസ്പര ആലോചനകളിൽ എടുക്കുന്ന തീരുമാനത്തിലാണ് എങ്കിൽ ഭൂമിയിലെ ജീവിതം നല്ലതാണ്. നിങ്ങൾക്ക് ഭൂമിയിലെ ജീവിതം നല്ലതാണ്. നിങ്ങളുടെ ഇടയിലെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിലെ കൂടിയാലോചനയോട് കൂടെയാണെങ്കിൽ, ഉദാഹരണം ഒരു കല്യാണം, ജ്യേഷ്ഠന്റെ വീട്ടിൽ പറയും, മൂത്താപ്പട്ട പറയും, എല്ലാവരും കൂടി ആലോചിച്ചിട്ട് നല്ലൊരു കല്യാണത്തെ കുറിച്ച് ഡേറ്റ് തീരുമാനിക്കാം. അങ്ങനെ ആലോചനകളൊക്കെ പണ്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അടുത്തടുത്ത വീടാണെങ്കിൽ രാത്രി അത്താഴം കഴിയുമ്പോൾ തറവാട്ടിലൊന്ന് പോയി വാപ്പാടും അടുത്തിരുന്ന് മക്കളും പേരമക്കളൊക്കെ ഇരുന്ന് ഒരിത്തിരി സംസാരിക്കാം, എന്തെങ്കിലുമൊക്കെ ആലോചിക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഒരു ആലോചനയുടെ സദസ്സുകളൊക്കെ ഇന്ന് അതൊക്കെ കുറവാണ്. കാരണം ഇന്ന് ഒരു 10 മിനിറ്റ് ആർക്കെങ്കിലും ഫ്രീ ടൈം കിട്ടി അപ്പൊ തന്നെ മൊബൈൽ എടുത്ത് അവൻ്റെതായ സ്വകാര്യതയിലേക്ക് പെട്ടെന്ന്, അവനാവട്ടെ അവളാവട്ടെ ആരും അങ്ങനെയാ. എന്തിനേറെ ഈ മൊബൈലിന്റെ ലോക്ക്, അതിന്റെ കോഡ് നമ്പറും കാര്യങ്ങളും ഒക്കെ ഭാര്യയുടേത് ഭർത്താവിനറിയില്ല, ഭർത്താവിൻ്റെത് ഭാര്യയ്ക്ക് അറിയില്ല. ആ അവസ്ഥയിൽ പോലും ഭാര്യക്കും ഭർത്താവിനും സ്വകാര്യത വന്നിരിക്കുന്നു. അത്രത്തോളം ആലോചനകൾ ഒന്നിലും ഇല്ല. അപ്പൊ ആലോചനകൾ ഭൂമിയിൽ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഉണ്ടെങ്കിൽ, എല്ലാവരും കൂടിയിട്ട് ഐക്യത്തില് സന്തോഷത്തില് എല്ലാവരും കൂടിയിട്ട് കൂടിയാലോചന ഉണ്ടെങ്കിൽ ഭൂമിയിലെ ജീവിതം ഖൈറ. പണക്കാരൊക്കെ അത്യാവശ്യം ദാനധർമ്മം ചെയ്യുന്നവരാണെങ്കിൽ ഭൂമിയിലെ ജീവിതം ഖൈറ. നിങ്ങളുടെ ഇടയിലെ നേതാക്കൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാണെങ്കിൽ ഭൂമിയിലെ ജീവിതം ഖൈറാണ് സ്വഹാബ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ, നേരെ തിരിച്ചാണെങ്കിൽ മരിച്ച ഖബറിൽ കിടക്കൽ അതിലും നല്ലതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നേരെ തിരിച്ച്? നിങ്ങളുടെ കൂട്ടത്തിലെ നേതാക്കളൊക്കെ വളരെ വൃത്തികെട്ടവരാണ് എങ്കിൽ, നിങ്ങളുടെ കൂട്ടത്തിലെ ഭരണകർത്താക്കളൊക്കെ മോശക്കാരാണ് എങ്കിൽ, ഞാൻ ആരും പറയുന്നില്ല, നിങ്ങളുടെ കൂട്ടത്തിലെ കാല് കയറ്റി വെച്ചോ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇൻഷാ അല്ലാഹ്. കാല് വേദനയാണെങ്കിൽ കാല് കയറ്റി വെച്ചോ, ഒത്തിരി കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ്. നമ്മളല്ലേ ഉള്ളൂ, ഇൻഷാ അതൊന്നും കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ്. എന്താ പറഞ്ഞത്? നിങ്ങളുടെ കൂട്ടത്തിലെ ഭരണകർത്താക്കൾ പ്രശ്നക്കാരാണ് എങ്കിൽ, കലാപകാരികളാണ് എങ്കിൽ ഭൂമിയിലെ ജീവിതം ബുദ്ധിമുട്ടാ. ഖബറിലെ ജീവിതമാണ് നിങ്ങൾക്ക് നല്ലത്. ഭൂമി ഖബറിനേക്കാൾ നിങ്ങൾക്ക് പ്രയാസമായി മാറും. നിങ്ങളുടെ കൂട്ടത്തിലെ പണക്കാരൊക്കെ പിശുക്കന്മാരാണ് എങ്കിൽ ഭൂമിയിലെ ജീവിതം നിങ്ങൾക്ക് ദുസ്സഹമാ. അതിലും നല്ല ജീവിതം ഖബറാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്നാമത് പറഞ്ഞു, വഅംറുക്കും, നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പെണ്ണുങ്ങളാണ് എങ്കിൽ, അത് വലിയൊരു കാര്യമാണ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൂടിയാലോചനയില്ല, വീട്ടിലെ താത്ത പറയുന്നതാണ് കാക്ക കേൾക്കുന്നത് എങ്കിൽ, ഇക്ക പറയുന്നതിന് അഭിപ്രായം വീട്ടിലില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനല് രാഷ്ട്രപതി പറയും, വീടിന്റെ അകത്തെ രാഷ്ട്രപതി ആരാ, അതങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. മിണ്ടാൻ കുതിർത്തില്ല എന്ന് പറയാറുണ്ട് സാധാരണ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഒരു കുടുംബത്തുള്ളത് എങ്കിൽ. ശരി, എത്രയോ പ്രശ്നങ്ങളാണ് പടച്ചോനെ. കഴിഞ്ഞ ആഴ്ച ഒരു സ്വത്ത് വീതം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ അവരുടെ കുടുംബത്തിലൊരു വിശേഷം പറഞ്ഞിട്ട്,
പെണ്ണുങ്ങളുടെ പിടിവാശി. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതൊക്കെ പെണ്ണുങ്ങളാണ് എങ്കിൽ ഖബറിലെ ജീവിതമാണോ ഭൂമിയിലെ ജീവിതത്തെക്കാളും ഖൈർ എന്ന് സ്വഹാബികൾക്ക് മറുപടി കൊടുത്തു സയ്യിദുനാ റസൂലുള്ളാഹി വ അംറുകും ഇലാ നിസായികും ഫബത്നുഹാ ഖൈറുൽ ലക്കും മിൻ ളഹ്രിഹാ. ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നതിനേക്കാളും ഖൈർ മരിച്ചു പോക്ക് തന്നെയാണ്, ഖബറിലെ ജീവിതമാണ് ഖൈർ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മുടെ വിഷയം പണക്കാര് പണം ഉണ്ടായിട്ട് കൊടുക്കാൻ കാണിക്കുന്ന മനസ്സ് ഉള്ള കാലഘട്ടമാണ് എങ്കിൽ ഭൂമിയിലെ ജീവിതം നല്ലതായിരിക്കും. ഈ പറഞ്ഞ 3 കാര്യത്തിൽ നമ്മൾ ഇന്ന് പരാജയത്തിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുന്നുണ്ട്, സ്വർഗത്തിലൊരു മരമുണ്ട്. ആ മരത്തിന്റെ ശിഖരം ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ശിഖരത്തിൽ നിങ്ങൾ പിടിച്ച ആ മരത്തിന്റെ ചുവട്ടിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലെ ഒരു മരം, ആ മരം നിൽക്കുന്നത് സ്വർഗത്തിൽ, അതിന്റെ ശിഖരങ്ങൾ ഇങ്ങനെ ഭൂമിയിലുണ്ട്, ഇവിടെ ഉണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, എല്ലാ സ്ഥലത്തുണ്ട്. ആ മരത്തിന്റെ ശിഖരങ്ങൾ ഇങ്ങനെ വിശാലമായിരിക്കാം. ആ ശിഖരത്തിൽ നിങ്ങൾ പിടിച്ചോളി, എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കേട്ടോളൂ. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സഖാഉ ശജറത്തുൻ അസ്ലുഹാ ഫിൽ ജന്നാ. സഖാ കൊടുക്കാനുള്ള മനസ്സ്, സഖാ എന്ന് പറഞ്ഞ കൊടുക്കാനുള്ള മനസ്സ്, ആർദ്രത എന്ന് പറയും. അത് സ്വർഗത്തിന്റെ ഒരു മരമാണ്. അത് നിൽക്കുന്നത് സ്വർഗത്തിലാണ്, അതിന്റെ ചുവട് സ്വർഗത്തിലാണ്. അതിന്റെ ചില്ലകൾ ഭൂമിയിലേക്ക് വിതറി നിൽക്കുന്ന ഏതാ മരം? മരം എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള മനസ്സാണ്. സഖാവത്ത് അതൊരു മരാണ്, അത് സ്വർഗത്തിലാണ്. അതിന്റെ ശിഖരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഭൂമിയിൽ ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹബീബ് പറഞ്ഞു, ഫമൻ തഅല്ലക ബിഗുസ്നിൻ മിൻഹാ അദ്ദത്ഹു ഇലൻ ഫമൻ തഅല്ലക ബിഗുസ്നിൻ മിൻഹാ അദ്ദത്ഹു ഇലൽ ജന്നാ. ആ മരത്തിന്റെ ശിഖരത്തിൽ ഒരാൾക്ക് പിടിക്കാൻ പറ്റിയാൽ മനസ്സുകൊണ്ട് പിടിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇല്ല പക്ഷെ കൊടുക്കാൻ ഒരു മനസ്സ്, എല്ലാവരോടും ഒരു ആർദ്രമായ പ്രകൃതം. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഒരാൾ ചീത്ത പറഞ്ഞു. അബൂദർദാ റളിയല്ലാഹു അൻഹു ചീത്ത പറഞ്ഞ ആൾക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവേ, അവന് നീ ദീർഘായുസ് കൊടുക്കണേ, എന്നെ ചീത്ത പറഞ്ഞവന് നീ ആരോഗ്യം കൊടുക്കണേ, എന്നെ ചീത്ത പറഞ്ഞവന് നീ ഹിദായത്ത് കൊടുക്കണേ, അവന് നീ സ്വർഗം കൊടുക്കണേ. ആര് ദുആ ചെയ്തു? അബൂദർദാ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി ദുആ ചെയ്തു. അപ്പൊ മറ്റു സ്വഹാബികൾ ചോദിച്ചു, അങ്ങയെ ചീത്ത പറഞ്ഞ ആൾക്ക് വേണ്ടി ഇത്രയും നല്ല കാര്യങ്ങൾ ദുആ ചെയ്യുകയോ? ഇങ്ങനെ ദുആ ചെയ്യുന്ന പ്രകൃതത്തിന് സഹാബത്ത് എന്ന് പറയാം. അപ്പൊ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പില്ല. അദ്ദേഹം ചീത്തയല്ലോടോ, അദ്ദേഹത്തിന്റെ സ്വഭാവ ചീത്തയുള്ളൂ, അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികളല്ലേ ചീത്തയുള്ളൂ. അദ്ദേഹം കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരിക്കും, ചെറിയ പ്രവർത്തികളെ ചീത്തയുള്ളൂ. അതിൽ എന്നെ ചീത്ത പറഞ്ഞു എന്നത് ഒരു പ്രവൃത്തി ആയിരിക്കാം, എത്രയോ നല്ല കാര്യങ്ങൾ അയാൾക്ക് ഉണ്ടാവാം, അയാളെ പറ്റി ഒരു നല്ല ഭാവന തന്നെ. ഇതാണ് സഖാവത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ സഖാവത്ത് ഉള്ള മനുഷ്യന്മാര് സ്വർഗത്തിന്റെ ശിഖരം പിടിച്ച്, സ്വർഗത്തിലേക്ക് ശിഖരം പിടിച്ച് പ്രാപിക്കുന്നവരാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരിക്കൽ വേഷപ്രച്ഛന്നനായ അദ്ദേഹത്തിന്റെ പട്ടാളക്കാരുടെ കൂടെ ഒരു യുദ്ധക്കളത്തിലെത്തിയപ്പോ പട്ടാളക്കാരനെ അറിയില്ല ഇത് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന രാജാവാണെന്ന്. പട്ടാളക്കാരൻ അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട് ചാട്ടവാർ വെച്ച് തലക്കൊരടി കൊടുത്തു രാജാവിന്റെ തല മുറിഞ്ഞു. ആരാണ് രാജാവ്? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം. ഈ മഹാൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം ആണെന്നും രാജാവാണെന്നും ബോധ്യമായപ്പോ ഈ ചെറുപ്പക്കാരൻ പട്ടാളക്കാരൻ വന്നിട്ട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ദ്വാരക്കൽ ഒടുങ്ങി. തല മുറിച്ച് ചാട്ടവാറിനടിച്ച് തല പരിക്കേൽപ്പിച്ച് മുറിച്ച ആ പട്ടാളക്കാരന് വേണ്ടി എപ്പോഴും ഇങ്ങനെ ദ്വാരക്കാൻ തുടങ്ങി.
അപ്പൊ കൂടെയുള്ളവർ ചോദിച്ചു, എന്തായാലും അദ്ദേഹം വന്ന് മാപ്പ് പറഞ്ഞു പോയി, തല്ലും കൊണ്ടു, ഇനിയിപ്പോ തന്നെ അയാൾക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞു, അയാള് മുഖേന എന്റെ തലയിൽ ഒരു മുറിവുണ്ടായില്ലേ, ആ മുറിവിന്റെ വേദന ഞാൻ അനുഭവിച്ചാൽ അള്ളാഹു എനിക്ക് കൂലി തരും. ഈ വേദന ഭൂമിയിൽ അനുഭവിക്കുന്നതിന് അള്ളാഹു എനിക്ക് കൂലി തരും. അങ്ങനെയാണല്ലോ റസൂലുള്ളാഹി പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹു കാലിൽ മുള്ള് തറച്ചതിന് പോലും കൂലി കൊടുക്കുന്ന, പക്ഷെ അള്ളാഹ് തന്നതാണ് ഈ വിഷമം എന്നൊരു തോന്നലുണ്ടായാൽ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹ് തന്നതാണ് എന്റെ ഷുഗർ, ആ തോന്നലുണ്ടെങ്കിൽ അള്ളാഹു ഷുഗറിന്റെ രോഗിക്ക്, ഷുഗർ ഉള്ളവർക്ക്, കാലുവേദന ഉള്ളവർക്ക് അള്ളാഹു കൂലി കൊടുക്കും. എന്ത് ചിന്തിച്ചാൽ മതി, പടച്ചോനെ അൽഹംദുലില്ലാഹ് എനിക്ക് ശരീരത്തിന് സന്തോഷം സുഖമൊക്കെ ഉണ്ട്, ഈ കാലിനൊരു വേദന ഉണ്ട്, അത് നീ തന്നതാ, നീ പടച്ച ശരീരത്തില് നീ തന്ന വേദന, ഞാനത് അനുഭവിക്കാൻ നീ എന്നെ തെരഞ്ഞെടുത്തല്ലോ, എനിക്ക് കൂലി തരണോട്ടോ അല്ലാ, ഞാനിത് നിനക്ക് വേണ്ടിയിട്ട് അനുഭവിക്കുന്നത്. നീ പടച്ച ശരീരത്തിൽ നീ ഒരു വേദന തന്നു, അത് അനുഭവിക്കാൻ നീ എന്നെ തെരഞ്ഞെടുത്തു, അതുകൊണ്ട് ഞാനത് അനുഭവിക്കാം. ഞാൻ ഈ പണി ചെയ്യണേന് നീ എനിക്ക് കൂലി തരണം, ഇത് നീ തന്നതാ, അള്ളാഹ് തന്നതാണെന്ന തോന്നലോടുകൂടെ പടച്ചവനോട് കൂലി ചോദിച്ചാൽ കൂലി കിട്ടും. എന്റെ തലയിലെ മുറിവിന് അള്ളാഹു എനിക്ക് കൂലി തരും. ആ കൂലി അള്ളാഹ് എനിക്ക് തരുമ്പോ അതിന് കാരണക്കാരനായ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്വർഗം കൊടുക്കാൻ ദ്വാരക്ക ചെയ്യാം. അവൻ കാരണമല്ല എനിക്ക് കൂലി കിട്ടുന്നത്. ഈ മനസ്സിനാണ് സഖാവത്ത് എന്ന് പറയാം. ഇത് പണം കൊണ്ട് മാത്രമല്ല ഉണ്ടാവാം, പണം ഉള്ളിലുണ്ടാവും. അതാണ് മഹാന്മാരായ സ്വഹാബത്തിന്റെ സ്വഭാവം. ഈ സ്വഭാവമുള്ളവൻ സ്വർഗത്തിന്റെ അകത്തേക്ക് എത്തിപ്പെടുന്ന ഒരു മരച്ചില്ലയിലാ പിടിച്ചതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇനി ചിലരുണ്ട് അറുത്ത കൈക്ക് ഉപ്പ് തേക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അറക്കണതും ഉപ്പ് തേക്കണമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു ചൊല്ലുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറുത്ത കൈക്ക് ഉപ്പ് തേക്കൂല എന്ന് പറയും. ഒന്നും കൊടുക്കുവല്ല, കൊടുക്കണവനായിട്ട് കൊടുപ്പിക്കൂല. അത് അബൂജഹലിന്റെ സ്വഭാവ. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين. യത്തീമിന് കൊടുക്കോല, കൊടുക്കുന്നോടത്ത് പോയി തടസ്സം നിൽക്കും. ഇത് അബൂജഹലാണ് എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അവന്റെ വിഷയത്തിലാണ് ആയത്ത് പറയുന്നത്. അങ്ങനെയുണ്ട് ചില ആളുകൾ. യഥാർത്ഥത്തിൽ ആ മനസ്സുണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, മകൻ മരിച്ചാലും വേണ്ടില്ല മരുമോളുടെ കണ്ണീര് അത് കണ്ടാ മതി, അങ്ങനത്തെ ഒരു മനസ്സുണ്ടല്ലോ. അത് യഥാർത്ഥത്തിൽ നരകത്തിലെ ഒരു വൃക്ഷമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിലെ ആ വൃക്ഷത്തിന്റെ ശിഖരം ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. ആരൊക്കെ ആ ശിഖരത്തിൽ പിടിച്ചോ, ആരൊക്കെ ആ സ്വഭാവം സ്വീകരിച്ചോ, അവരൊക്കെ നരകത്തിൽ എത്തും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇല്ലേലും കൊടുക്കാനൊരു തോന്നല്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുള്ള ഒരു കഥയാണ്. പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് ഒരാൾക്കൊരു സാധനം കൊടുക്കൂല. രാജാവിന് അങ്ങനെ ഒരു ശീലമല്ല. എന്നാൽ മന്ത്രി നേരെ തിരിച്ചൊക്കെ കൊടുക്കും. രാജാവ് ഒരിക്കൽ വെള്ളത്തിൽ പോയി. രാജാവിന് നീന്താൻ അറിയില്ല. പലരും വന്നിട്ട് പറഞ്ഞു, രാജാവേ നിങ്ങളാ കയ്യങ്ങിട്ട് തന്നാ ഞാൻ വലിച്ചു കയറ്റാം. രാജാവ് കൈ കൊടുക്കൂല. കാരണം മൂപ്പര് ഒന്നും കൊടുത്ത് ശീലിച്ചിട്ടില്ല. വെള്ളം കുടിച്ച് മരിക്കാറായി, വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ പൊങ്ങോം താഴെയും ചെയ്തുകൊണ്ടിരിക്കുക. പലരും വന്നിട്ട് പറഞ്ഞു, രാജാവേ കയ്യതാ ഞങ്ങൾ വലിച്ചു കയറ്റാം. മൂപ്പര് കൈ കൊടുക്കൂല. കാരണം കൊടുക്കാൻ അറിയില്ല. ഒന്നിന്ന് വരെ കൊടുത്തിട്ടില്ല ആർക്കും. ഒന്നും ഇന്ന് വരെ ആർക്കും കൊടുക്കാത്ത രാജാവ് ഒക്കെ സ്വീകരിച്ചാ പഠിച്ചിട്ടുള്ളൂ. അവസാനം ആരോ പറഞ്ഞു, മന്ത്രി അറിഞ്ഞു രാജാവ് വെള്ളത്തിലെപ്പോ മുങ്ങി മരിക്കും. മന്ത്രി വന്നിട്ട് അങ്ങോട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ അങ്ങയുടെ കൈയൊന്നും തരണ്ട, അങ്ങ് എന്റെ കൈ അങ്ങോട്ട് സ്വീകരിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ കൈ കൊടുത്തു. അങ്ങനെ വലിച്ചു കയറ്റി രാജാവിന്. ഇതാണ് മനുഷ്യന്മാർക്ക് കൊടുക്കാൻ ഒരു മനസ്സ് എന്നുള്ളത് ഒരു വല്ലാത്ത ഒരു മനസ്സാണ്. അത് അള്ളാഹുവിന്റെ ഒരു സ്പർശനം ഉള്ളിടത്ത് മാത്രമേ നടക്കുള്ളൂ. ശുറൂഹിയത്തിന്റെ ഹൃദയം വേണം. ശുറൂഹിയത്തിന്റെ ഹൃദയം. قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي واجعل لي وزيرا من أهلي هارون أخي أسدد به أزري وأشركه في أمري كي نسبحك كثيرا ونذكرك كثيرا. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹ.
മഹാനായ മൂസാ അലൈഹിസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്തു. പടച്ചതമ്പുരാനെ, ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടാ ഞാൻ നിന്റെ കലീമെന്ന പദവിയിൽ എത്തിയത്. എന്റെ വായക്കകത്ത് ചെറുപ്പത്തിൽ നമ്രൂദിന്റെ കൊട്ടാരത്തിൽ വെച്ച് ഞാൻ തീക്കനല് വിഴുങ്ങിയതിന്റെ പേരിൽ നാവിന് ഉച്ചാരണ ശുദ്ധി കുറവുണ്ട്. അല്ലാഹ്, നമ്രൂദിന്റെ കൊട്ടാരത്തിൽ ദീൻ പറയാൻ പോവേണ്ടവനാണ് ഞാൻ. അല്ലാഹ്, എന്റെ സംസാരത്തിന്റെ അഭംഗി അയാളുടെ മുന്നിൽ ദീൻ പറയുന്നോടത്ത് അഭംഗിയാണല്ലോ അല്ലാഹ്. അതുകൊണ്ട് പടച്ചതമ്പുരാനേ, എന്റെ ഇക്കാക്ക മഹാനായ ഹാറൂൻ എന്നവർക്ക് നീ നുബുവത്ത് കൊടുക്കണേ അല്ലാഹ്. കുശുമ്പില്ലാത്ത മനസ്സാണ് മഹാനായ മൂസാ നബിക്ക്. മാത്രവുമല്ല, നിന്റെ കലീമെന്ന പദവിയുള്ള എനിക്ക് മാനവകുലം കണ്ട മൂന്നാമത്തെ മഹാനാണ് മൂസാ നബി. അത്ര വലിയ മഹാൻ പറയാ, എന്റെ ഇക്ക വന്നാൽ, എന്റെ ജ്യേഷ്ഠൻ വന്നാൽ ഹാറൂൻ നബിക്ക് നുബുവത്ത് കിട്ടി. ആ മഹാൻ ഒരു പ്രവാചകനായി വന്നാൽ ആ മഹാന്റെ കെയറോഫിൽ എന്നെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ഇത് വല്ലാത്തൊരു മനസ്സിൽ നിന്നാ വരൂ. എനിക്ക് കിട്ടുന്ന പോലെയല്ല, എന്നെക്കാളും നീ അദ്ദേഹത്തെ നന്നാക്കണം. അദ്ദേഹം മുഖേന എനിക്ക് ശക്തി ഉണ്ടാവണം. അദ്ദേഹത്തെ നീ നുബുവത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ എന്ന് മഹാനായ മൂസാ അലൈഹിസ്സലാം ദുആ ചെയ്തു. ഈ മനസ്സിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ശുറൂഹിയത്തിന്റെ ഹൃദയം. ഒരു മനുഷ്യന് അല്ലാഹു ഈ ശുറൂഹിയത്തിന്റെ ഹൃദയം കൊടുത്താൽ അവന് റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രത്യേകമായ പ്രകാശം കിട്ടിയവനാണെന്ന് പരിശുദ്ധ ഖുർആൻ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, ഇങ്ങനത്തെ ഒരു മനസ്സെനിക്ക് വേണം തമ്പുരാനെ. ഖാല, മൂസാ നബിയുടെ ദുആ, റബ്ബി ശ്റഹ് ലീ സദ്രി വയസ്സിർനി അംരി. എന്റെ ഹൃദയത്തിനാ വെളിച്ചം നീ തരണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് തരട്ടെ. ഹബീബിനാ വെളിച്ചം അല്ലാഹു കൊടുത്തിട്ടുണ്ടായിരുന്നു. അലം നശ്റഹ് ലക സദ്റക വവളഅനാക വിസ്റകല്ലദീ ഔഖള ലഹ്റക. അങ്ങേക്ക് നാം ഈ ശുറൂഹിയത്ത് നൽകിയില്ല നബിയെ. എന്തോ ഒരു ത്യാഗം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഹിജറ പോകുന്ന നേരത്ത് ആ ഇരുട്ടിൽ സിദ്ദീഖ് തങ്ങളെ അണച്ചു പിടിച്ചതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകത്തിന്റെ പുറത്തേക്ക് കയറാൻ പൊക്കം കുറഞ്ഞ ഭാര്യയായിരുന്നു സൗദാ റളിയല്ലാഹു അൻഹാ. റസൂലുള്ളാഹിയുടെ ഭാര്യമാരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയരം കുറഞ്ഞ ഭാര്യയാണ് സൗദാ റളിയല്ലാഹു അൻഹാ. ഒരു യാത്ര പോവാണ്. ഒട്ടകത്തിന്റെ മുകളിലേക്ക് കയറാൻ ഈ കുറുകിയ പെണ്ണിന് പറ്റുന്നില്ല. ഒരുപാട് ശ്രമിച്ചപ്പോ ഒട്ടകത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് കാലിന്റെ തുടഭാഗം കാണിച്ചു കൊടുത്തിട്ട് പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, സൗദാ, ഇവിടെ നീ ചവിട്ട് പെണ്ണേ. ആരുടെ ശരീരത്തിൽ ചവിട്ടണം? അഷ്റഫുൽ ഖൽഖിന്റെ ശരീരത്തിൽ ചവിട്ടണം. ഇവിടെ ചവിട്ടിയിട്ട് നീ കേറ് പെണ്ണേ. ഈ രീതിയിൽ ഉള്ളത് എങ്ങനെയൊക്കെ റബ്ബിന് പൊരുത്തപ്പെട്ട രീതിയിൽ ചെലവ് ചെയ്യാനുള്ള മനസ്സ്, ഈ നല്ല മനസ്സ്. പെരുന്നാളിന്റെ അന്ന് ഭക്ഷണം കഴിക്കാനില്ലാതെ പൊട്ടിക്കരഞ്ഞ പൊന്നുമോനെ ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് യത്തീമായ മോനോട് പറഞ്ഞു, ഇന്ന് മുതൽക്ക് നിന്റെ ഉപ്പ ഞാനാണടാ. ഇന്ന് മുതൽക്ക് നിന്റെ ഉമ്മ ഈ ആയിഷയാണടാ. ഇന്ന് മുതൽക്ക് നിന്റെ ഇത്താത്ത ഫാത്തിമയാണടാ. സയ്യിദുനാ റസൂലുള്ളാഹി എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചു. അതങ്ങ് പഠിപ്പിച്ചു. ആഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈന അസ്ഹാബിഹി ഫിൽ മദീന. ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിക്കുന്നത് കാണാമല്ലോ. മദീനയിൽ ചെന്ന സ്വഹാബികൾക്ക് ഈ ബന്ധം അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരോടും പറഞ്ഞു, മക്കയിൽ നിന്നും വന്നവർക്ക് മദീനക്കാരെ കയ്യിലുള്ളത് പകുതി കൊടുക്കണേ,
250 രൂപ എന്റെ കയ്യിലുണ്ടെങ്കിൽ പകുതി കൊടുക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ ഒരു പക്ഷേ ഞാനത് പകുതി കൊടുക്കുമായിരിക്കും. പക്ഷെ 25 ലക്ഷം രൂപയാണ് എന്റെ കയ്യിലുള്ളത് എങ്കിൽ പകുതി ഞാൻ കൊടുക്കൂല. 2500 കൊടുത്താ മതിയോ എന്നൊരു പക്ഷേ ഞാൻ ചോദിച്ചു പോകും. റസൂലുള്ളാഹി പറഞ്ഞത് പകുതി കൊടുക്കണമെന്നാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു എല്ലാം പകുതിയാക്കി സ്വീകരിച്ച ആൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു അവസാനം കിടന്നുറങ്ങാൻ വേണ്ടി ചെന്നപ്പോ മഹാന്റെ മനസ്സിലേക്ക് ഓടി വന്നു, ഞാൻ എല്ലാം പകുതിയാക്കിയോ? ഇല്ലല്ലോ, ഞാൻ പകുതിയാക്കിയിട്ടില്ലല്ലോ. കാരണം എനിക്ക് 2 ഭാര്യമാരാണുള്ളത്. ഒരാളെ ഞാൻ പകുതിയാക്കി അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ലല്ലോ. നേരം പുലർന്നപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറഞ്ഞു, ഇന്നലിംറഅത്താൻ, എനിക്ക് 2 ഭാര്യമാരുണ്ട്. ഫഖ്തർ അജ്മലഹുമാ, നീ ആ 2 പേരെയും കണ്ടാൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന ആള് ആരാണെന്ന് എന്നോട് പറയ്. എന്നിട്ട് എന്നോട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഉത്തല്ലിഖ്ഹാ, അവളെ ഞാൻ ത്വലാഖ് ചൊല്ലാം അബ്ദുറഹ്മാനെ. ഫൈദൻ ഖലത് ഇദ്ദതുഹാ, അവളുടെ ഇദ്ദ കഴിഞ്ഞാൽ നിനക്ക് അവളെ കല്യാണം കഴിക്കാമല്ലോ. എല്ലാം പകുതിയാക്കി. ഈ മനസ്സ് ഇത് സ്വർഗത്തിന്റെ മരമാണെന്ന് പുണ്യനബി. ഇത് പണമില്ലാതെയും നമുക്ക് നടപ്പാക്കാൻ പറ്റുന്ന സൽക്കർമ്മമാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, തസദ്ദഖു അൻ അൻഫുസികും വഅൻ മൗതാകും, നിങ്ങൾ സ്വതക്ക ചെയ്യണം. ആർക്കൊക്കെ വേണ്ടി? നിങ്ങളുടെ സ്വന്തം ശരീരത്തിന് നാളെ കാവല് കിട്ടാൻ ഭൂമിയിൽ നിങ്ങൾ സ്വതക്ക ചെയ്യണം. എന്താടോ സ്വതക്ക? നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നുകൊണ്ട് ഭക്ഷണം ചോദിക്കുന്ന പൂച്ചയ്ക്ക് ഒരൽപ്പം ചോറ് വെച്ച് കൊടുക്കുന്നത് സ്വതക്കയാ സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ആടിന് നിങ്ങൾ വെള്ളം കൊടുത്താൽ അത് സ്വതഖയാ റസൂലുള്ളാഹി. നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന കോഴിക്ക് നിങ്ങൾ ഗോതമ്പ് മണികൾ വാരിയിട്ട് കൊടുത്താൽ അത് സ്വതഖയാ സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ പറഞ്ഞത്? നിങ്ങൾ സ്വതഖ ചെയ്യണം. സ്വന്തം ശരീരം നാളെ നരകത്തിൽ പോവാതിരിക്കാൻ നിങ്ങൾ സ്വതഖ ചെയ്യണേ. ഹബീബുനാ റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിമിന്റെ ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ അള്ളാന്റെ ഹബീബിന്റെ സദസ്സിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. ആ സദസ്സിൽ വെച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, യാ മഅ്ശറൻ നിസാ തസദ്ദഖന വഅക്സിർനൽ ഇസ്തിഗ്ഫാർ, സഹോദരിമാരെ നിങ്ങൾ കൂടുതൽ സ്വതക്ക ചെയ്യണേ. ആര് പറഞ്ഞു? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സഹോദരിമാരെ നിങ്ങൾ കൂടുതൽ സ്വതക്ക ചെയ്യണേ. സ്വതക്ക മാത്രം പോരാ, പെണ്ണുങ്ങളെ വഅക്സിർനൽ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ആണുങ്ങൾ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ പെണ്ണുങ്ങളെ നിങ്ങൾ ചൊല്ലണേ. എന്റെ ഉമ്മ ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന ദിക്ർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എപ്പോഴും അങ്ങനെ കാണാറ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ആണുങ്ങൾ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾ ചൊല്ലണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫഖാലത് ഇംറഅത്തും മിൻഹുന്ന ജസ്ലാ, കൂട്ടത്തിൽ ബുദ്ധി കൂടുതലുള്ള ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ലിമയാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ ആണുങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യാനും ഞങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യാനും അങ്ങ് പറഞ്ഞതെന്താ? ആണുങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾ ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താ? റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിൻ നാർ, നരകത്തിൽ ഞാൻ കൂടുതലും കണ്ടത് നിങ്ങളെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നന്ദി കെട്ട വർത്താനം പറയാൻ ഏറ്റവും എളുപ്പത്തിലുള്ള പ്രകൃതം പെണ്ണിൻ്റെതാണ്. കുറ്റല്ലത്, ജനിച്ചപ്പോ അങ്ങനെയാണ്.
രണ്ട് ശാപവാക്ക് പറയാൻ കാരണം ശാപവാക്ക് പെട്ടെന്ന് വായിൽ വരുന്നതും സ്ത്രീകൾക്കാണ്. അത് ജന്മനാലുള്ള ഒരു വലിയ വൈകല്യങ്ങളാണ്. അതിന്റെ പേരിൽ ഒരു പക്ഷെ നരകത്തിൽ പോകാൻ സാധ്യത കൂടുതലാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ കേട്ടോളൂ, ഈ ഹദീസ് കേട്ടോളൂ. നിങ്ങൾ സ്വന്തം ശരീരത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സദഖ വർദ്ധിപ്പിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തസദ്ദഖൂ അൻ അൻഫുസികും വഅൻ മൗതാകും, നിങ്ങളിൽ നിന്നും മരിച്ചുപോയവർക്കും നിങ്ങൾ സദഖ ചെയ്യണേ. സദഖ കൊടുക്കുന്ന അവസരം ഖദ് സുന്ന, മാതാപിതാക്കൾക്കെന്ന് കരുതൽ നന്നാ, അതിനുള്ള പ്രതിഫലം അവരിലേക്കെത്തുന്നതാ, ഇവനുള്ളതോ കുറയാതെയും ലഭിക്കുന്നതാ. സദഖ കൊടുക്കുമ്പോ എന്ത് ചെയ്യണം? നമുക്കൊരു കുറവുണ്ടാവൂല. പ്രച്ചോന്റെ മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും, ഈ വീട്ടിലെ ഇക്കാട മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും, ആ മൂത്താപ്പാക്കും ആങ്ങളാർക്കും ഒക്കെ കൂടിയിട്ട് മരിച്ചുപോയവർക്ക് പ്രച്ചോനെ അവർക്ക് ഇതിന്റെ കൂലി കൊടുക്കണേ. ബിസ്മില്ലാ, ഇത്തിരി ഗോതമ്പ് വാരി കോഴിക്കിട്ട് കൊടുത്തു, കൂലി ആർക്കിട്ടു? ഇത് നിസ്സാരമായ കാര്യം. ഉസ്താദിന് ചെലവ് വരും, വീട്ടില് വിരുന്നുകാര് വരും. എന്തൊരു നല്ല സദഖയാണിത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, മദീനയിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ ദാനം ചെയ്യൽ കൂടി, പെണ്ണുങ്ങൾ ഇങ്ങനെ ദാനം ചെയ്യാൻ കൂടി. ഒരുപാട് ദാനധർമ്മങ്ങളായി. പെണ്ണുങ്ങളുടെ ദാനധർമ്മം ഇങ്ങനെ അതിര് കവിയാൻ തുടങ്ങിയപ്പോ നിയന്ത്രണം വെക്കണമല്ലോ. പെണ്ണുങ്ങൾ ദാനം ചെയ്യാൻ, പെണ്ണുങ്ങളെ പേടിച്ച ആണുങ്ങൾ ഇന്ന് ദാനം ചെയ്യാം. കാരണം വീട്ടിലേക്ക് ചെല്ലുമ്പോ മുഖം വീർപ്പിക്കും. നിങ്ങൾ എന്തിനാ മനുഷ്യ അത്ര അവിടെ കൊടുത്ത? അതിന്റെ ആവശ്യമുണ്ടോ? കല്യാണ വീട്ടിൽ എത്ര കൊടുക്ക, കവറിലിടുന്ന എത്രയാണെന്നുള്ള ഇത്തായി തീരുമാനിച്ചേക്കാല്ല. കാരണം ഓർമ്മയുണ്ടാവും ഇവിടെ എത്ര കിട്ടിയെന്നുള്ളത്. ഇവിടെ കിട്ടിയതിന് പകരമല്ല അവിടെ കൊടുക്കാട്ടോ. അങ്ങനെ ഒരു സിസ്റ്റം ഇസ്ലാമിലില്ല. ഇവിടെ കിട്ടിയതിന് പകരം അവിടെ കൊടുക്കുന്ന പരിപാടിയേ ഇല്ല. നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്ര കൊടുക്കാൻ പറ്റും അത്രയും കൊടുക്കാം. അല്ലാതെ അവിടുത്തെ കവറ്, അന്ന് തന്ന കവറ് 50 പൈസയുടെ കവറാ. സംഗതി അതിൽ 500 രൂപ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന 500 തന്നെയാ. പക്ഷെ 50 പൈസയുടെ കവറല്ല ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള 2 രൂപയുടെ കവറാ. അപ്പൊ ആ 2 രൂപയുടെ കവറും എല്ലാം 50 പൈസയുടെ കവർ തന്നെ ഇടാം. അതുപോലെ തന്നെ ആ ചുവന്ന കവറിൽ തന്നെ അങ്ങോട്ട് ചുവന്ന കവർ. അങ്ങനെയുള്ളൊരു പരിപാടി ഇല്ല കേട്ടോ. ഇസ്ലാമിൽ ഇങ്ങോട്ട് കിട്ടുന്ന പോലെ അങ്ങോട്ട് കൊടുക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉള്ളത് എങ്ങനെയോ ഉള്ളതുപോലെ കൊടുക്കണം. ഇതൊക്കെ ബോധ്യമുള്ള ആളുണ്ട്. അള്ളാഹുവിന് ബോധ്യമുണ്ടല്ലോ. വലിപ്പം തീരുമാനിക്കുന്ന അള്ളാഹുവാണ്. ഇല്ലാത്തവന് കൊണ്ടുവന്ന 500 തന്നാൽ ആ 500ന്റെ വലിപ്പം അള്ളാഹുവിന്റെ മുന്നിൽ വലിയ വലിപ്പമായിരിക്കും. ഉള്ളവന്റെ 500ന്റെ വലിപ്പം വ്യത്യാസം ഉണ്ടാവും. ഏതായാലും മദീനത്തെ പെണ്ണുങ്ങൾ ഇങ്ങനെ ദാനധർമ്മം കൂടിയ നേരത്ത് അള്ളാന്റെ റസൂല് ഇടപെട്ടു. പെണ്ണുങ്ങളോട് പറഞ്ഞു, ഓ സ്ത്രീകളെ, ഒരു പെണ്ണും ഇനി ദാനം ചെയ്യാൻ വരട്ടെ. ഭർത്താവിനോട് ചോദിച്ചിട്ട് വേണം ഇനി ദാനം ചെയ്യാനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് ആയിഷ ബീവിയാണ് ഉദ്ധരിക്കുന്നത്. ഖതീബ് തിബ്രീസിയുടെ മിഷ്കാത്തിലെ ഹദീസ് കാണാം. അപ്പൊ അൻസാരികളായ സ്വഹാബികൾ ചോദിച്ചു, നബിയെ, പെണ്ണ് ദാനം ചെയ്യരുതെന്ന് അങ്ങ് പറഞ്ഞു നിർത്തുന്നോടത്ത് ഭക്ഷണം പെടുമോ നബിയെ? സ്വഹാബിയുടെ ചോദ്യം ന്യായമായ ചോദ്യമാണ്. മദീനയിൽ പാവങ്ങളായ പല സ്വഹാബികൾക്കും അൻസാരിങ്ങളുടെ ഭാര്യമാര് കൊടുക്കുന്ന ഭക്ഷണമാണ് വിശപ്പടക്കാൻ പലപ്പോഴും രണ്ടല്ലോ. അങ്ങനെ ഉണ്ട്. ചില ദാനധർമ്മങ്ങൾ നമ്മൾ മദർസ കുട്ടികൾക്ക് കൊടുക്കും, അല്ലെ? അല്ലെങ്കിലോ ഒരു വീട്ടിൽ കുറെ മാങ്ങ ഉണ്ട് എങ്കിൽ അടുത്ത വീടുകളിലേക്ക് കൊടുക്കും. അതൊക്കെ നല്ലതാണ്. അൽ കഹ്ഫ് സൂറത്തിൽ ഒരു കഥ തന്നെ പറയുന്നുണ്ട് അത് സംബന്ധമായി. നമ്മുടെ പറമ്പിൽ കുറച്ച് ചക്ക കൂടുതലുണ്ട് എങ്കിൽ, നാളികേരം കൂടുതലുണ്ട് എങ്കിൽ അപ്പുറത്തെ വീട്ടിലേക്ക് ഇടക്ക് 2 എണ്ണമൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ തെങ്ങിന്റെ ആ അനുഗ്രഹം നിലനിൽക്കാൻ നാളികേരം കൊടുക്കുമ്പോ നമുക്ക് സാധ്യമാകും എന്നുള്ളത് സൂറത്തുൽ കഹ്ഫിൽ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു വരുന്നില്ല. സ്വഹാബി ചോദിച്ചു, നബിയെ, ഭക്ഷണം ദാനം ചെയ്യുന്നുണ്ട്, അതിനും വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞു, ഭക്ഷണം ദാനം ചെയ്യുന്നതിന്, പെണ്ണ് ഭക്ഷണം കൊടുക്കുന്നതിന് ഒരിക്കലും മതം തടസ്സമല്ല. മതം ഒരിക്കലും അതിന് തടസ്സം പറയൂല. വദാലിക അഫ്ളലു അംവാലിനാ, പെണ്ണുങ്ങളെ നിങ്ങൾ ദാനം ചെയ്യുന്നതിൽ ഏറ്റവും നല്ല ദാനം ചെയ്യല് അത് ഭക്ഷണം ദാനം ചെയ്യലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏറ്റവും നല്ല ദാനധർമ്മം. പള്ളിയിലെ ഉസ്താദുമാരുടെ ചെലവ് വരുമ്പോ എന്തൊരു പുണ്യമായ കാര്യമാണിത്.
എത്ര നല്ല നല്ല മനുഷ്യന്മാര് നമ്മുടെ ഭക്ഷണം കഴിക്കാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റസൂൽ എപ്പോഴും പറയാറുണ്ട്, നിന്റെ സമ്പത്ത് തിന്നുന്നവൻ നല്ലവനാണ് എന്ന് നീ ഉറപ്പുവരുത്തണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ സമ്പത്ത് തിന്നുന്നത് തീറ്റ കഴിഞ്ഞ അൽഹംദുലില്ലാ പറയാൻ പറ്റിയ ഒരാളാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ നന്ദി എന്നും ഉണ്ടാവും. തിന്നു കഴിഞ്ഞാൽ ഒരു അൽഹംദുലില്ലാ പറയുന്ന ഒരാൾക്ക് ഒരു ചായ വാങ്ങി കൊടുത്താൽ വളരെ നല്ല കാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ എല്ലാവരോടും സദഖ ചെയ്യുന്ന വിഷയത്തിൽ റസൂൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനും സദഖ ചെയ്യണം. നിങ്ങൾ ഇന്ന് മരിച്ചുപോയവർക്കും വേണ്ടിയിട്ട് സദഖ ചെയ്യണം. മരിച്ചുപോയവർക്ക് സദഖ ചെയ്യാൻ പറ്റും. സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മരിച്ചു. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മരിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മ മരിച്ച വിവരം റസൂലുള്ളാഹിയുടെ അടുത്ത് വന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം, മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് നബിയെ എന്ന് ചോദിച്ചു. ഏറ്റവും നല്ലൊരു സദഖ പറയാൻ പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, അഫ്ളലു സദഖത്തി സഖിയുൽ മാഇ, ഏറ്റവും നല്ല സദഖ വെള്ളം ദാനം ചെയ്യലാണെന്ന്. സഅദ് റളിയല്ലാഹു അൻഹു ചെന്നു. ജനങ്ങൾക്ക് വെള്ളം കിട്ടാൻ പ്രയാസമുള്ള ഒരു നാട്ടിൽ ചെന്നിട്ട് നല്ലൊരു കിണറുണ്ടാക്കി. എന്നിട്ട് കിണറുണ്ടാക്കിയിട്ട് ഹാദാലി ഉമ്മി സഅദ്, സഅദിന്റെ ഉമ്മാടെ പേർക്കാണിത് എന്ന് പറഞ്ഞ് അവർക്ക് ഹദിയാക്കി. മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു മരിച്ചുപോയ ആൾക്ക് സദഖ ചെയ്യണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പള്ളിയിലെ വരിസംഖ്യ കൊടുക്കുകയാണെങ്കിൽ തന്നെ, വരിസംഖ്യ കൊടുക്കുമ്പോൾ താൻ മനസ്സിൽ കരുതണം, പഠിച്ചോനെ ഇതിന്റെ കൂലി എന്റെ മരിച്ചുപോയ വാപ്പാക്ക്. അത് എന്ത് നിർബന്ധമായ കാര്യമാണ് എങ്കിലും പള്ളിയിലെ വരിസംഖ്യ കൊടുത്താൽ പോലും നമുക്ക് കരുതാവുന്നതാണ്. ഉസ്താദിന് ചെലവ് കൊടുക്കുമ്പോൾ കരുതാവുന്നതാണ്. വീട്ടുമുറ്റത്ത് വന്നു നിൽക്കുന്ന കിളികൾക്ക് നാം വെള്ളം വെച്ചു കൊടുക്കുമ്പോൾ കരുതാവുന്നതാണ്. എന്തിനും കരുതാം. വിരുന്നുകാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ കരുതാവുന്നതാണ്. പറമ്പിൽ പണി ചെയ്യുന്ന ആള് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ ഒരു ഗ്ലാസ് വെള്ളമാണേലും കരുതണം. പടച്ചോനെ, ഇതിന്റെ കൂലി എനിക്കും എന്റെ മരിച്ചുപോയ വാപ്പാക്കും എന്റെ ഉമ്മാക്കും എന്റെ ഭർത്താവിനും എല്ലാവർക്കും ഇതിന്റെ കൂലി നീ നൽകണേ അല്ലാ. കൂലി കിട്ടും. അങ്ങനെയാണ് സദഖ ചെയ്യേണ്ടതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ മരിച്ചുപോയവർക്ക് അതിന്റെ ഗുണം കിട്ടുന്ന ഈ സൽക്കർമ്മം നമ്മൾ ചെയ്താൽ മതി. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇനി കേട്ടോളൂ, കേട്ടോ ഹദീസ്, ഒരു ഇറക്ക് വെള്ളമാണ് നിങ്ങളുടെ കയ്യിൽ സദഖ ചെയ്യാനുള്ളത് എങ്കിൽ അതെങ്കിലും ചെയ്യണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ പണ്ടൊരു സ്ഥലത്ത് നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു പള്ളി ചെന്നപ്പോ ഒരു ഇക്ക ഒരു 2 ലിറ്ററിന്റെ കുപ്പിയും ചെറിയ ഗ്ലാസ്സുമായിട്ട് ഇങ്ങനെ നടക്കാം. പള്ളിയിൽ നോമ്പ് തുറയുണ്ട് റമദാനില്. ഈ 30 വക വീട്ടിലെ കിണറിലെ വെള്ളം പുള്ളിയുടെ ഭാര്യ എല്ലാ ദിവസവും 2-3 കുപ്പി വെള്ളം കൊടുത്തു വിടുന്നു. നോമ്പ് തുറക്കാൻ നേരത്ത് ഈത്തപ്പഴം കൊടുക്കണതിന്റെ കൂടെ 30 വക ഗ്ലാസ്സിൽ വെള്ളം വെച്ച് കൊടുക്കും. ഏതെങ്കിലും ഒരാൾ ആ വെള്ളം എടുത്ത് കുടിക്കുകയാണെങ്കിൽ കൂലി കിട്ടൂലോ എന്ന് ഓർത്ത്, അത് വെച്ച് നോമ്പ് തുറക്കൂലോ എന്ന് ഓർത്ത് സ്വന്തം കിണറിന്ന് വെള്ളം കോരി കുപ്പിയിൽ കൊണ്ടെടുക്കുക. ഒരു പൈസ മുടക്കൂലാത്ത ഒരു സദഖ, ഒരു പൈസ മുടക്കൂലാത്ത സദഖ. ഇതൊക്കെ സാധ്യമോ? നമ്മളൊന്ന് ചിന്തിച്ചാൽ എല്ലാം സദഖയാക്കാൻ പറ്റും. മരിച്ചുപോയവർക്കും നിങ്ങൾ അത് ചെയ്യണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ തസദ്ദഖ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ നിങ്ങളും നിങ്ങളുടെ മരിച്ചുപോയ ആളുകൾക്കും നിങ്ങൾക്കും വേണ്ടി നിങ്ങൾ സദഖ ചെയ്യണം. അതൊരു ഇറക്ക് വെള്ളമാണെങ്കിൽ പോലും, ഒരു ഇറക്ക് വെള്ളമാണെങ്കിൽ പോലും നിങ്ങൾ അത് ചെയ്യണം. ഫൈലം തഖ്ദീറോ, ഒരിറക്ക് വെള്ളം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഫബി ആയത്തിൻ മിൻ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതിയിട്ട് അത് സദഖയാക്കണം, ഹദിയയാക്കണം. ഉദാഹരണം, ഒരിറക്ക് വെള്ളം ദാനം ചെയ്ത് ഒരാളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല, ഒരിറക്ക് വെള്ളം കൊടുക്കാനുള്ളത് എന്റെ കയ്യിലില്ല, വെള്ളം തന്നെ ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു ഫാത്തിഹ ഓതിയിട്ട്, പടച്ചോനെ, ഈ ഫാത്തിഹ ഞാൻ നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. എനിക്കും എന്റെ മരിച്ചുപോയ ആളുകൾക്കും ഒരു ആയത്തെങ്കിലും ഓതിയിട്ട് മരിച്ചുപോയവർക്ക് നിങ്ങൾ ഹദിയയാക്കണം, സദഖയാക്കണം. മാത്രവുമല്ല, ഫഇല്ലം തഅലമൂ, ആയത്ത് നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങൾ മരിച്ചുപോയവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞു ദുആ ചെയ്യണേ. മരിച്ചുപോയവർക്ക് കരുണ ചെയ്യണേ എന്ന് പറഞ്ഞു ദുആ ചെയ്യണേ. ഫഖദ് വഅദകും ബിൽ ഇജാബ, മരിച്ചുപോയവർക്ക് ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഉത്തരമുണ്ടാകും. മരണപ്പെട്ടവരുടെ ഖബറിൽ അതിന്റെ ഫലമുണ്ടാവും. 3 കാര്യങ്ങളാ പറഞ്ഞത്. ഒരു ഭക്ഷണമോ മറ്റു ദാനധർമ്മങ്ങളോ ചെയ്യുമ്പോ മരിച്ചവർക്ക് കൂടി നിയ്യത്താക്കിയാൽ അവർക്കതിന്റെ ഗുണമുണ്ട്. രണ്ടാമത് പറഞ്ഞു, ഭക്ഷണമോ മറ്റോ നമുക്ക് ദാനം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് മരിച്ചുപോയവർക്ക് ദാനം ചെയ്യണം.
അതിനും പറ്റുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് ആ ദുആ എങ്കിലും അങ്ങോട്ട് സമർപ്പിക്കണം. ഈ 3 കാര്യം നമ്മൾ ചെയ്താൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയവരുടെ ഖബർ സന്തോഷമാ. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ പറഞ്ഞൊരു ഹദീസ് കൂടി ചേർത്ത് വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയവർക്ക് വേണ്ടി ചെയ്യുന്ന ദുആ ആ ഖബറിലേക്ക് എത്തുമ്പോ ഒരു പർവ്വതത്തിന്റെ വലിപ്പത്തിലായി എത്തിച്ചേരുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി